ഇപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രുചിയുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? അതേന്നെ. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഓക്കെ. എത്രയായി? ആ, 40 രൂപയായുള്ളൂ. 40 രൂപയോ? അതേല്ലോ, 40 രൂപയേ ഉള്ളൂ. നിങ്ങളെന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നെ? ഒരു ഇഡ്ലിക്ക് 10 രൂപയല്ലേ ഉള്ളൂ. അതിനല്ല, ഇഡ്ഡലി നല്ല ടേസ്റ്റും നല്ല വലിപ്പമുണ്ട്. ഉം. ഹ, അങ്ങനെയുള്ളപ്പോൾ ഇഡ്ഡലി വെറും 10 രൂപയ്ക്ക് തരുവാണെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്ന വിലയ്ക്ക് നിങ്ങളെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അതൊന്നും ഒരു കുഴപ്പമില്ല. ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോ എല്ലാവരും വയറ് നിറയെ കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ. ഓ, അങ്ങനെയാണല്ലേ. ശരി, ശരി. നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ. ഉം. ഇതാ വെച്ചോളൂ. ഉം. ഉം. ശരി, എന്നാ പിന്നെ കാണാവേ. ഉം. ഉം. അതെ, ഒരു മിനിറ്റ്. ആ, എന്താ കാര്യം പറയൂ. അല്ല, ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഉം. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ മെസ്സില് അൺലിമിറ്റഡ് മീൽസ് ഉണ്ട്. 100 രൂപയേ ഉള്ളൂ. ഓഹോ. 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് നോൺ വെജ് മീൽസ് കിട്ടും. നിങ്ങൾക്ക് വയറ് നിറച്ചും കഴിക്കുകയും ചെയ്യാം. ആഹാ. പറ്റുമെങ്കിൽ ഉച്ചയ്ക്കൊന്ന് വന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയോ? എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണുള്ളത്. ഉംഹും. അതുകൊണ്ട് ലഞ്ച് എപ്പോഴും പുറത്താണ് കഴിക്കാറ്. അല്ലെങ്കിൽ ഞാൻ ദിവസേന ഇവിടെ തന്നെ വന്ന് കഴിക്കും. ഉം. ഞാൻ തീർച്ചയായും ലഞ്ചിന് വന്നേക്കാം. ആ, എനിക്ക് ഒരു ഹെൽപ്പും കൂടെ വേണം. ആ, ചോദിക്കുന്നേ. നിങ്ങൾ എന്നോട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോട്ടലിൽ കഴിക്കുന്നവരാണെങ്കിൽ അവരോട് ഒന്ന് ഇങ്ങോട്ട് വന്ന് കഴിക്കാൻ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാന്ന് വെച്ചാ ഇവിടെ കസ്റ്റമേഴ്സ് വന്ന് കഴിക്കുന്നത് വളരെ കുറവാണ്. കുറച്ച് കൂടുതൽ ആളുകൾ വന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താ അത്? ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും മടിച്ചത്? നിങ്ങൾക്കല്ലാതെ ഞാൻ വേറെ ആർക്കാ ചെയ്യുക? നിങ്ങൾ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഉം. എല്ലാവരോടും പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നല്ല ഭക്ഷണം കഴിച്ചതിന് നന്ദിയില്ലാതെ ആയിപ്പോവും. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും പറയാം. ഉം. എന്നെക്കൊണ്ട് എത്രയും കസ്റ്റമേഴ്സ് കൊണ്ടുവരാൻ കഴിയുമോ അത്രയും കസ്റ്റമേഴ്സ് ഞാൻ കൊണ്ടുവരാം. ഉം. ഒരുപാട് താങ്ക്സ്. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാവേ. ഉം. ശരി. എന്തായാലും പോയി ടിഫിൻ കഴിച്ചേക്കാം. ഇപ്പൊ തന്നെ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാലേ തീർക്കാൻ പറ്റൂ. ഹും. ഹും. എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കേണ്ടി വരിക. ശരി, വേഗം കഴിച്ചിട്ട് ലഞ്ച് റെഡിയാക്കാം. ഉം. ഹലോ. ആ, പറഞ്ഞോ അമ്മേ. സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെ. നിനക്കെങ്ങനെയാ? ആ, എനിക്ക് സുഖം തന്നെയാ അമ്മേ. മോളെ, നമ്മുടെ രാജമാമനില്ലേ? ഉം. അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പയ്യനുണ്ടത്രേ. വളരെ നല്ല പയ്യനാണത്രേ. നന്നായി സമ്പാദിക്കുന്നുണ്ടത്രേ. ആ പയ്യന് നിന്നെ ഒന്ന് ആലോചിച്ചാലോന്നാ ചോദിക്കുന്നെ. ഞാൻ മോളോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. നിന്റെ അഭിപ്രായം എന്താ? ഉം. എന്റെ അമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലേ എന്ന്. അല്ലെങ്കിൽ തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, അങ്ങേര് മരിച്ചിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. അപ്പോഴേക്ക് എന്നോട് വേറൊരു കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല മോളെ. ആ പഴയ ജീവിതത്തിൽ നിന്നും നീ പുറത്തു വന്നേ പറ്റൂ. അതുതന്നെ വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം എന്താവും മോളെ? വയസ്സും നാൾക്കുനാൾ ഏറിക്കൊണ്ടു വരികയല്ലേ. അതുകൊണ്ടാ പറയുന്നു മോളെ, മനസ്സിലാക്കൊന്ന്. അമ്മേ, അതൊന്ന് വിട്ടുകാളാ. ദയവ് ഇത് കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കല്ലേ. എനിക്ക് ഭ്രാന്താവുന്നു. മനസ്സിലായോ? എനിക്കൊന്ന് സമാധാനായിട്ടിരിക്കണം. ഇപ്പോഴാ ഞാനൊരു മെസ്സ് തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ശല്യമില്ലാണ്ട് എന്നാൽ ആവുന്നത് ഞാൻ ചെയ്യാണ്. എന്നെ എന്റെ പാട്ടിനങ്ങ് വിട്ടേക്ക്. ദയവ് ഇത് കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് എന്നെ ടെൻഷനാക്കല്ലേ അമ്മേ. മനസ്സിലായോ? ഞാനൊന്നും പറയുന്നില്ല മോളെ. ഞങ്ങള് നോക്കുന്ന ചെറുക്കനെ നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറ. കാരണം നീ ഒറ്റയ്ക്കാണ്. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത പേടിയാ. ശരിയമ്മേ, അത് വിട്ടുകളാം. എന്റെ ജീവിതത്തില് എനിക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതല്ലേ സംഭവിക്കൂ. അത് കഷ്ടപ്പെടണമെന്നാണെങ്കി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പോട്ടെ. അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സമയത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മോളെ. നീ അതോർത്ത് വിഷമിക്കണ്ട. ശരിയമ്മേ, അമ്മ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ശരി മോളെ. അതിരിക്കട്ടെ, അമ്മ എന്തിനാ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെ?
അമ്മയ്ക്ക് എന്റെ കൂടെ വന്ന് നിന്നൂടെ? എനിക്ക് സിറ്റി ഒന്നും ശരിയാവില്ല മോളെ. അല്ലെങ്കിൽ പിന്നെ നീ വിളിച്ചാൽ ഞാൻ ഉടനെ വരില്ലായിരുന്നോ? ശരി അമ്മേ, സൂക്ഷിച്ചോളണേ. ശരി മോളെ. ദിവസവും എന്നെ ഫോൺ ചെയ്യണേ. ശരി മോളെ. പക്ഷെ എന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് മാത്രം പറയരുത്, കേട്ടല്ലോ? സമ്മതിച്ചു. ശരി അമ്മേ, എനിക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ അമ്മയോട് പിന്നെ സംസാരിക്കാം. ആയിക്കോട്ടെ മോളെ. ഉം. മേഡം മേഡം ആ ദാ വരുന്നു. മേഡം ഉച്ചയ്ക്കുണ്ടാക്കുന്ന ഫുഡ് നല്ലതാണെന്ന് വന്ന് കഴിക്കാനായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വന്നതാ. ഊണ് റെഡിയായി മേഡം. ആ, നിങ്ങള് കുറച്ചു നേരം ഒന്ന് ഇരിക്ക്. ഒരു 10 മിനിറ്റില് ഞാൻ റെഡിയാക്കിക്കോളാം. സമയം എടുക്കുന്നെങ്കിൽ പറഞ്ഞാൽ മതി മേഡം. ഇവിടെ അടുത്തെനിക്ക് കുറച്ച് പണിയുണ്ട്. അത് തീർത്തിട്ട് ഞാൻ വരാം. 10 മിനിറ്റിൽ എന്തായാലും റെഡിയാവും. ആ, എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ, ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തൂടെ? രസം മാത്രമേ വെക്കാനുള്ളൂ. അങ്ങനെയാണോ? ശരി മേഡം, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആ ശരി, വന്നോളൂ. നിങ്ങൾ ഇരിക്കട്ടോ, രസം റെഡിയായ ഉടനെ ഞാൻ കൊണ്ടുവരാം. ഓക്കെ മേഡം. സർ, ആ. ഉം. ഇതാ രസം തിളച്ചോണ്ടിരിക്കയാണ്. ആ, നിങ്ങൾ ഇത് കഴിക്ക്. ഉം. ഇന്ന് നിങ്ങൾക്ക് വെജും നോൺ വെജും എന്ത് തന്നെയാണെങ്കിലും എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. ഉം. എല്ലാം റെഡിയാണ്. ഇന്ന് എല്ലാവർക്കും അൺലിമിറ്റഡ് മീൽസാ. ഒട്ടും മടി കാണിക്കാണ്ട് കഴിച്ചോളണം. ശരി മേഡം. ഉം. ഫുഡ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് മേഡം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിൽ വെക്കുന്ന അതേ ടേസ്റ്റ് പോലെ തന്നെയുണ്ട്. ഉം. ഒരുപാട് താങ്ക്സ്. നിങ്ങള് കഴിച്ചോണ്ടിരിക്കെ, എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാ മതി, കേട്ടോ? ശരി മേഡം. എല്ലാം കൊള്ളായിരുന്നോ? വളരെ നന്നായിട്ടുണ്ട് മേഡം. വയറ് നിറച്ച് ഞാൻ കഴിച്ചു. നല്ല കാര്യം തന്നെ. ഞാൻ കൈ ഇട്ട് തരാവേ. നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു?